ഇനിയിപ്പോ എന്തൊക്കെ നടക്കുന്നു പറയാൻ പറ്റില്ല. ബാലമാമനെ നമ്മൾ സംരക്ഷിച്ചു പിടിക്കണം. അതെ, ശ്രേയെ സൂക്ഷിക്കണം. അവള് എന്ത് തറവേലയും കാണിക്കും. ആ കൊച്ചേട്ടനെ സൂക്ഷിക്കണം. ഓഫീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ശ്രേയയുടെ കഴുത്തിൽ താലി വീഴാൻ വേണ്ടി ഒരു ജീവൻ കളയാൻ വരെ അവള് മടിക്കില്ല. ശ്രേയ ജയിക്കാൻ വിടരുത്. അവള് ജയിക്കില്ല. ഏതെങ്കിലും ഒരു അവസരത്തില് അവള് നമ്മുടെ കയ്യിൽ വന്ന് ചാടും. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്താ പോരെ? ചുമ്മാ ഇരിക്കാ കൊച്ചേട്ടാ. എന്താ നൊന്തോ നിനക്ക്? പിന്നെ നോവാതെ. അയ്യോ, നോലേ പോട്ടെ. സ്വന്തം മോന്റെ ആഗ്രഹങ്ങളെ നടത്തിക്കൊടുക്കാതെ ജീവനോടെ ഇരിക്കുമ്പോ തന്നെ മരിച്ചതായി കരുതി ബലിതർപ്പണം നടത്തി. അത് അരവിന്ദനോടുള്ള ദേഷ്യമല്ല, എന്നോടുള്ള വൈരാഗ്യമാണെന്ന് എനിക്കറിയാം മാഷെ. അതേ വൈരാഗ്യം എനിക്കും ആ കുടുംബത്തിലെ എല്ലാവരോടും ഉണ്ട്. എന്നോടാ വെറുപ്പും വൈരാഗ്യവും കാണിച്ചു. അപ്പോ ഞാനത് തിരിച്ചും കാണിക്കണ്ടേ? യെസ് മാഡം. ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ട്. മാഡത്തിന്റെ കോൾ വന്നപ്പോഴേ തോന്നി സ്വന്തം അധികാരം വെച്ച് ചെയ്യാൻ പറ്റാത്ത എന്തോ കാര്യമുണ്ടെന്ന്. എന്തായാലും പറഞ്ഞോ മാഡം, അതിനല്ലേ ഞാനുള്ളത്. ഓക്കെ മാഡം, വൃത്തിയായി ചെയ്തിരിക്കും. കുറച്ചു നാളായി കൈയും കാലും ഒക്കെ നനക്കിയിട്ട്. എന്നെ എല്ലാരും മറന്നിരിക്കുമായിരിക്കും. മനസ്സിലാക്കട്ടെ, ബാബുക്കുട്ടൻ തിരിച്ചെത്തിയെന്ന്. കെയർലെസ് ആയി ഒന്നും ചെയ്യരുത്, സൂക്ഷിച്ചു വേണം. മാഡം എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്റെ മുമ്പേ എക്സ്പീരിയൻസ് അറിയാലോ. പിന്നെ ഈ കൊട്ടേഷന് നോട്ടിന്റെ കന ഇത്തിരി കൂടും. മാഡം അറിഞ്ഞു ചെയ്യണം. ബാബുക്കുട്ടൻ മനസ്സിൽ കാണുന്നതിനപ്പുറം ഞാൻ തരും. ആയിരപ്പറയിലെ നിലവിളി ഉയരണം. അത് കണ്ടും കേട്ടും എനിക്ക് സന്തോഷിക്കണം. ഓക്കെ മാഡം. ബാല, നടന്നു. ഇപ്പോഴും നീ അത് ആലോചിച്ചിരിക്കുകയാണോ? അതേ ഗോവിന്ദ, ഞാൻ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. എന്നാലും ഞാനിത് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ബാല, കല്യാണം കഴിഞ്ഞ് എനിക്ക് ആദ്യം ദൈവം തന്നത് എൻ്റെ അശ്വതിയെ. വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടായല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് സന്തോഷിച്ചു. അത് കഴിഞ്ഞ് അരവിന്ദൻ ജനിച്ചപ്പോ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമായി തോന്നി. അതുകൊണ്ടാ അവൻ അരവിന്ദൻ എന്ന് പേരിട്ടത്. ഈ നെഞ്ചിൽ കടന്നല്ലാതെ അവൻ ഉറങ്ങില്ലായിരുന്നു. എന്റെ വിരലുകളിൽ പിടിച്ച് അവൻ നടന്നു തുടങ്ങിയപ്പോ എന്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. അത്രയ്ക്ക് സ്നേഹത്തോടെ കൊഞ്ചിയും ലാളിച്ചും വളർത്തിയ അവൻ
ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ ഇരിക്കപ്പിണ്ടം വെച്ചു.